സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഹയസ്റ്റ് ഡിവിഡൻഡ് പേ ചെയ്യുന്ന സ്റ്റോക്കുകളെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അതായത് ഈ വരുന്ന ബുധനാഴ്ച മുതൽ അതിനപ്പുറത്തുള്ള ബുധനാഴ്ച വരെയുള്ള ഒരാഴ്ച ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് ഡിവിഡൻഡ്, ഹയസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1% സ്റ്റോക്ക് പ്രൈസിൻ്റെ 1% കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടന്റിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്പർ 1 ഹോക്കിൻസ് കുക്കേഴ്സ് ലിമിറ്റഡ് BSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണിത്. 100 രൂപയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 6689 രൂപയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.49% ആണ് ഇത് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ഇതിൻ്റെ എക്സ് ഡേറ്റ് വരുന്നത്. രണ്ടാമത്തെ കമ്പനി ഗോവ കാർബൺ ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 565 രൂപയാണ്. ഓഗസ്റ്റ് 10-ന് എക്സ് ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ള ഈ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നത് 17 രൂപ 50 പൈസയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 3.1%. മൂന്നാമത്തെ കമ്പനി ജുബിലൻറ്റ് ഫാർമോവ ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 374 രൂപയാണ്. ഓഗസ്റ്റ് 10-ന് എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നത് 5 രൂപ പെർ ഷെയർ ആണ്. അതായത് 1.34% സ്റ്റോക്ക് പ്രൈസിൻ്റെ. ഇനി നാലാമത്തെ കമ്പനി ലൂമാക്സ് ഓട്ടോ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 423 രൂപയാണ്. ഓഗസ്റ്റ് 10-ന് എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡ് 5 രൂപയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.18%. അഞ്ചാമത്തെ കമ്പനി ലൂമാക്സ് ഇൻഡസ്ട്രീസ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് 2069 രൂപയാണ്. ഓഗസ്റ്റ് 10-ന് എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻഡ് 27 രൂപയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.3%. ആറാമത്തെ കമ്പനി അനൂപ് ഫാർമയാണ്. BSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 137 രൂപയാണ്. ഓഗസ്റ്റ് 11-ന് എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്നത് 2 രൂപ ഡിവിഡൻഡാണ്. സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.45%. ഏഴാമത്തെ കമ്പനി BPCL അഥവാ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് സ്റ്റോക്ക് പ്രൈസ് 360 രൂപയാണ്. ഓഗസ്റ്റ് 11-ന് എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്നത് 4 രൂപ പെർ ഷെയർ ആണ് ഡിവിഡൻഡ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.11% ആണ്. എട്ടാമത്തെ കമ്പനി സെഞ്ചുറി എൻക ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 454 രൂപയാണ്. ഓഗസ്റ്റ് 11-ന് എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്നത് 10 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 2.25%. ഒൻപതാമത്തെ കമ്പനി ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ കറന്റ് സ്റ്റോക്ക് പ്രൈസ് 2004 രൂപയാണ്. ഓഗസ്റ്റ് 11-ന് എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഡിവിഡൻഡ് എമൗണ്ട് 40 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 2% കൊടുക്കുന്നത്. പത്താമത്തെ കമ്പനി കല്യാണി സ്റ്റീൽസ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 424 രൂപയാണ്. ഡിവിഡൻഡ് എമൗണ്ട് 10 രൂപ. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 2.35% ഡിവിഡൻഡ്. എക്സ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 11-നാണ്. 11ാമത്തെ കമ്പനി NTPC ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 218 രൂപയാണ്. ഓഗസ്റ്റ് 11 എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഇവരുടെ ഡിവിഡൻഡ് 3 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.38%. 12ാമത്തെ കമ്പനിയാണ് ഫൈസർ ലിമിറ്റഡ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 3960 രൂപയാണ്. ഓഗസ്റ്റ് 11 എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡ് 40 രൂപയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.01%. 13ാമത്തെ കമ്പനിയാണ് സ്നോമാൻ ലോജിസ്റ്റിക്സ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 49 രൂപ 65 പൈസയാണ്. ഓഗസ്റ്റ് 11-ന് എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നത് 1 രൂപ പെർ ഷെയർ. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 2.01% ആണ്. 14ാമത്തെ കമ്പനി ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 87 രൂപ 40 പൈസയാണ്. ഓഗസ്റ്റ് 11-ന് എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്നത് 2 രൂപ 40 പൈസ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 2.75%. 15ാമത്തെ കമ്പനിയാണ് യൂണിഫോസ്
എന്റർപ്രൈസസ് ലിമിറ്റഡ് NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 173 രൂപ 35 പൈസയാണ്. ഓഗസ്റ്റ് 11 എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്നത് 6 രൂപ 50 പൈസ പെർ ഷെയർ ആണ്. അതായത് ഷെയർ പ്രൈസിൻ്റെ 3.75%. 16ാമത്തെ കമ്പനി ആൽക്കലി മെറ്റൽസ് ആണ്. NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 107 രൂപയാണ്. ഓഗസ്റ്റ് 14 എക്സ് ഡേറ്റ് വരുന്ന ഈ കമ്പനി കൊടുക്കുന്നത് 2 രൂപ പെർ ഷെയർ ആണ് ഡിവിഡൻഡ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.87%. 17ാമത്തെ കമ്പനിയാണ് ഏഷ്യർ മോട്ടോഴ്സ്. NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്നത് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 3359 രൂപയാണ്. ഓഗസ്റ്റ് 14 എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്നത് 37 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.1% ആണ്. 18ാമത്തെ കമ്പനി മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് ആണ്. NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 1057 രൂപയാണ്. ഓഗസ്റ്റ് 14 എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്നത് 16 രൂപയാണ് പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.51% ആണ്. 19ാമത്തെ കമ്പനി REC ലിമിറ്റഡ് ആണ്. NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 199 രൂപ 25 പൈസയാണ്. ഓഗസ്റ്റ് 14 എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡ് 3 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.51% ആണ്. 20ാമത്തെ കമ്പനി ദി ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയാണ്. NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 797 രൂപ 55 പൈസയാണ്. ഓഗസ്റ്റ് 14 എക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ കമ്പനി കൊടുക്കുന്നത് 12 രൂപ 90 പൈസയാണ് ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നത് പെർ ഷെയർ. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.62%. 21ാമത്തെ കമ്പനി മഹാരാഷ്ട്ര സീംലെസ് ലിമിറ്റഡ് ആണ്. NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനി ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 495 രൂപയാണ്. എക്സ് ഡേറ്റ് 14 ഫിക്സ് ചെയ്തിട്ടുള്ള ഓഗസ്റ്റ് 14 എക്സ് ഡേറ്റ് വരുന്ന ഈ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് 5 രൂപ പെർ ഷെയർ ആണ്. അതായത് 1.01%. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചത്തേക്കുള്ള ഡിവിഡൻഡ് ഡാറ്റ. ഹയസ്റ്റ് ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനികളെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. ഒരിക്കലും ഡിവിഡൻഡ് അനൗൺസ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു തീരുമാനമായിരിക്കില്ല. ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യരുത്. സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്കുള്ള ഒരു റിമൈൻഡർ, ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം ഇതിനെ കാണുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.